പൂരമൊക്കെ മറന്ന് ദേശീയ താല്പര്യമുള്ള ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. പാകിസ്ഥാൻ അതിർത്തിയിൽ അഭ്യാസ പ്രകടനം നടത്താൻ വ്യോമസേന തയ്യാറെടുക്കുന്നു. രാജസ്ഥാനിലെ അതിർത്തിയിലാണ് സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡ് നാളെ അഭ്യാസ പ്രകടനം നടത്തുക. മേഖലയിൽ നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് നമ്മുടെ വ്യോമസേനയുടെ അതിർത്തിയിലെ നീക്കങ്ങൾ? നാളെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് രാജസ്ഥാനിൽ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് അവിടെ ഇന്ത്യ ഒരു വ്യോമാഭ്യാസം നടത്താൻ പോകുന്നു എന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ വെസ്റ്റേൺ സൗത്ത് കമാൻഡാണ് ഇത്തരത്തിലൊരു വലിയ ഒരു അഭ്യാസം നടത്താൻ വേണ്ടി പോകുന്നത്. റഫേൽ അടക്കമുള്ള, അതായത് ഇന്ത്യയുടെ കൈവശമുള്ള ഏറ്റവും അത്യാധുനികമായ ഏറ്റവും കരുത്തുറ്റ വിമാനം റഫേൽ അടക്കമുള്ള വിമാനങ്ങളാണ് ഈ അഭ്യാസത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ അതിർത്തിയിലാണ് ഇത് നടക്കാൻ പോകുന്നത്. പാകിസ്ഥാന്റെ തൊട്ടടുത്ത് പാകിസ്ഥാനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് എന്ന് തന്നെ പറയാം. ആ തരത്തിൽ ഒരു അഭ്യാസം നമ്മൾ നാളെ നടത്താൻ പോകുന്നു. ഇതിനു മുമ്പ് നമ്മൾ ഇത്തരം എക്സസൈസുകൾ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഈ തരത്തിൽ ഒരു പ്രാധാന്യത്തോടെ വ്യോമസേന നൽകിയിരുന്നില്ല, അറിയിച്ചിരുന്നില്ല. ഏതായാലും നാളെ വൈകിട്ട് 3:30 മുതൽ മറ്റന്നാൾ രാത്രി വരെയുള്ള സമയത്ത് ഈ മേഖലയിലൂടെ മറ്റു വിമാനങ്ങൾക്കോ മറ്റോ സഞ്ചരിക്കാനുള്ള അനുമതിയില്ല. കാരണം ആ തരത്തിലേക്ക് മാറുകയാണ് ആ ഒരു വ്യോമ അതിർത്തി അന്തരീക്ഷം എന്നതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നാളെ മോക്ക് ഡ്രില്ലും നടക്കുന്ന ദിവസമാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 1971 ശേഷം ഇത്തരമൊന്ന്, അതായത് അന്നൊരു യുദ്ധം നടന്നു, പിന്നീട് നടന്ന യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അന്നൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പ്, ശക്തമായൊരു തയ്യാറെടുപ്പ് നമ്മുടെ രാജ്യം നടത്തുന്നുണ്ടെങ്കിൽ അത് ശക്തമായൊരു നീക്കത്തിന് മുന്നോടിയായി തന്നെ. കാരണം നാളെ വൈകിട്ട് 4 മണിയോടെയാണ് ഈ മോക്ക് ഡ്രിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. കേരളത്തിലും നടക്കുന്നുണ്ട്. കേരളത്തിലും കൊച്ചിയും ഒപ്പം തന്നെ തിരുവനന്തപുരവുമാണ് ഈ തരത്തിൽ ഈ സിവിൽ ഡിഫൻസ് ഡിസ്ട്രിക്ട്സായി കേന്ദ്ര സർക്കാർ പട്ടികയിൽ പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്ത് എല്ലായിടത്തും ഈ മോക്ക് ഡ്രിൽ നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നുമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് യഥാർത്ഥത്തിൽ ഈ കണ്ണൂരും തലശ്ശേരിയിലുമൊക്കെ ഈ വ്യോമാക്രമണം പേടിച്ചുകൊണ്ട് അത്തരമൊരു സാഹചര്യം മുന്നിൽ കണ്ട് തയ്യാറെടുപ്പുകൾ നടത്തി എന്ന് ചരിത്ര രേഖകളിലൊക്കെ കാണാൻ കഴിയും. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തേക്ക് ഇത്തരം ഒരു തയ്യാറെടുപ്പോ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിന് വേണ്ടിയുള്ള ഒരുക്കമോ ഒന്നും തന്നെ നമുക്ക് പരിചിതമല്ല. അതുകൊണ്ട് കേരളത്തിന് കൂടി ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് നാളെ. ആ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ, ഒരു വ്യോമാക്രമണം ഉണ്ടായാൽ എങ്ങനെ നമ്മുടെ സിവിലിയൻസ് രക്ഷപ്പെടണം, അവർക്ക് എവിടെയൊക്കെ ഒളിക്കാൻ വേണ്ടി കഴിയും, ഈ അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളത് തരത്തിൽ ബങ്കറുകളും മറ്റും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എവിടെ ഒളിക്കാം, മാത്രമല്ല ഈ തന്ത്രപ്രധാനമായ ഇടങ്ങളെയൊക്കെ എങ്ങനെ ഒളിപ്പിച്ച് നിർത്താം, ശത്രുവിൻ്റെ കണ്ണിൽ നിന്നും എങ്ങനെ മാറാം, മാത്രമല്ല ഈ സമയത്ത് ഏത് തരത്തിലായിരിക്കണം ആശയവിനിമയം എന്ന അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയാണ് ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം നാളെ നമ്മുടെ രാജ്യം നൽകാൻ വേണ്ടി പോകുന്നത്. അതിനുള്ള ചർച്ചകൾ ഇന്ന് യഥാർത്ഥത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ നടന്നതാണ്. ആഭ്യന്തര സെക്രട്ടറി വിവിധ സംസ്ഥാനങ്ങളുടെ ചീഫ് സെക്രട്ടറിമാർ അടക്കമുള്ളവരെ ഈ യോഗത്തിലേക്ക് വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിയതാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായതാണ്. ഇന്നിപ്പോൾ ജമ്മു കാശ്മീരിൽ ചില സ്കൂളുകളും ആശുപത്രികളും ഒക്കെ മോക്ക് ഡ്രിൽ ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അത്തരം തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ദില്ലിയിലെ ചിലയിടങ്ങളിലൊക്കെ ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ കുറച്ചധികം പോലീസ് വിന്യാസം കാണാൻ കഴിയുന്നുണ്ട്. കൊണാർട്ട് പ്ലേസ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിൽ അധികമായി പോലീസിന് വിന്യസിച്ചതും കാണാൻ കഴിയുന്നുണ്ട്. താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.